നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഒരു പിക്ചറിൻ്റെ കസ്റ്റമൈസേഷനും പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിൽ നിന്നാണ് കാര്യങ്ങൾ പഠിച്ചത്. ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഈ പിക്ചർ സെലക്ട് ആകുമ്പോൾ വരും, അത് നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ പിക്ചർ ഫോർമാറ്റിൽ ഈ ഒരു ഭാഗമാണ്. ഇവിടെ അറേഞ്ച് എന്ന് പറഞ്ഞേക്കുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സെക്ഷനിലെ ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇപ്പോൾ ഈ പിക്ചർ സെലക്റ്റഡ് ആണ്, നമുക്കറിയാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഈ പിക്ചർ സെലക്ട് ആകുമ്പോൾ നിങ്ങൾ മുമ്പേ തൊട്ട് ശ്രദ്ധിച്ച് കാണും, ഇവിടെ ഒരു ചെറിയ ഐക്കോൺ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ്. അതെന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ലേ ഔട്ട് ഓപ്ഷൻസ് ആണ്. അതായത് ഈ പിക്ചറിൻ്റെ ലേ ഔട്ട് ഓപ്ഷൻസ് ആണ്. അതായത് ഈ പിക്ചർ നിങ്ങളുടെ ഇവിടെയുള്ള ഈ പേജിലെ ടെക്സ്റ്റുമായി, ഇവിടെയുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റുമായി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതേ ഐക്കോൺ തന്നെയാണ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും, പിക്ചർ ഫോർമാറ്റിൽ ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തും അത് തന്നെയാണ്. സെയിം ഓപ്ഷൻസ് ആണ് ഇവിടെയുള്ളത്. ഇത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ ആദ്യത്തെ ഈ സെലക്ഷൻ ഓൺ ആയി കിടക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം വന്ന് സെലക്റ്റായി വീഴുന്നത് ഈ ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിലാണ് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ലൈനിലോട് ചേർച്ചയിലായിരിക്കും ഈ പിക്ചറിൻ്റെ ബിഹേവിയർ എന്നാണ് അർത്ഥം. ഇനി ഞാൻ ഈ പിക്ചറിനെ ഒന്ന് ചെറുതാക്കുകയാണ്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ. ഇപ്പോൾ ചെറുതാക്കിയതിന് ശേഷം ഞാൻ ഈ പിക്ചറിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുവാണ്. ഈ ഹാവ് യു ബീൻ ലേണിംഗ് ടു സ്വിം എന്നുള്ളതിൻ്റെ അവിടെ കൊണ്ടുവന്നാൽ ഇതുണ്ടോ, ആ ഹാവ് യു ബീൻ ലേണിംഗ് ടു സ്വിമ്മിൻ്റെ തൊട്ട് പുറകിലാണ് ഇപ്പോൾ ഈ പിക്ചർ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിന് ഇൻ ലൈനാണ് ഈ പിക്ചർ. ഇനി ഞാൻ ഹാവ് യുവിൻ്റെ അങ്ങോട്ട് മാറ്റുവാണ്, ജസ്റ്റ് ഇതാ ഇവിടെ കൊണ്ടുവരുന്നു. പിക്ചർ ഇപ്പം ഹാവ് ഇവിടെയും യു ഇവിടെയായി. അപ്പം ഈ ടെക്സ്റ്റിൻ്റെ ഇൻ ലൈനാണ് ഈ പിക്ചർ എന്നാണ് ഈ സെലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ബിഹേവിയർ എന്നറിയാമോ? നിങ്ങളിനി ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് പിക്ചർ മാറുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ബിഹേവിയർ. അപ്പം ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിനോട് ചേർച്ചയിലായിരിക്കും നിങ്ങളുടെ പിക്ചർ ബിഹേവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ പറയുന്നത് വിത്ത് ടെക്സ്റ്റ് റാപ്പിംഗ് ആണ്. അതായത് ടെക്സ്റ്റിനോട് ചേർന്ന് വീണ്ടും അതിനെ റാപ്പ് ചെയ്ത് പ്രവർത്തിക്കും. ഇപ്പോൾ ഈ പടങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു ചെറിയൊരു ആർക്ക് പോലെ കാണുന്ന ഇതാണ് നിങ്ങളുടെ ഇമേജ്. ആ ഇമേജും ഈ ലൈനായിട്ട് കാണുന്ന ടെക്സ്റ്റിൻ്റെ ഒരു പിക്ചറൈസേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനെ റാപ്പ് ചെയ്ത് പിക്ചർ ഈ പറയുന്ന ഓപ്ഷനുകളിലെല്ലാം കിട്ടും. ശരി, നമുക്ക് നോക്കാം. ആദ്യത്തെ ഇവിടെ പറഞ്ഞേക്കുന്ന സ്ക്വയർ ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഇതിനെ ഇച്ചിരി ചെറുതാക്കുവാണ്. ചെറുതാക്കി ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന ഓപ്ഷനിൽ പോണു. എന്നിട്ട് ആദ്യം പറഞ്ഞേക്കുന്നത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമേജിനെ റാപ്പ് ചെയ്ത്, ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇത് സെലക്റ്റഡായി, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. സ്ക്വയർ ഫോർമാറ്റിൽ ഇപ്പം നിങ്ങൾക്കറിയാം ഈ പിക്ചറിനെ റാപ്പ് ചെയ്ത് ടെക്സ്റ്റ് വന്നു. ഇതെങ്ങോട്ട് മാറ്റിയാലും ഈ ബിഹേവിയർ കീപ്പ് ചെയ്യും. നമുക്കത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കണ്ടോ, സ്ക്വയർ ഫോർമാറ്റിൽ ഇവിടെ സ്ക്വയറായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് നിൽക്കുന്ന കണ്ടോ, ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഇതാ ഇങ്ങനെ നിൽക്കുന്നു. ഒരു സ്ക്വയർ ഫോർമാറ്റ് ബിഹേവ് ചെയ്യുന്ന കണ്ടോ, അതാണ് നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്ന ഇമേജിനെ. അതിനുശേഷം അടുത്തത് എന്ന് പറയുന്നത് ടൈറ്റാണ്. ഇപ്പോൾ ടൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇച്ചിരൂടെ ഒന്ന് അടുത്തു. അതാണ് ഈ ടൈറ്റ്. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം കണ്ടോ, ആ ടെക്സ്റ്റ് ഇച്ചിരൂടെ അടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ടൈറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വീണ്ടും പിക്ചറെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ച പിക്ചർ ഫോർമാറ്റ് വന്ന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ ബിഹേവിയർ നോക്കാം. ഞാനിവിടെ വരുന്നു. ടെക്സ്റ്റ് ഈ രീതിയിൽ വന്നാൽ ആദ്യത്തെ ഓപ്ഷനിലേക്ക് തിരിച്ചിട്ടപ്പം സ്ക്വയറാണ്. അപ്പം ഇത്രയും നമ്മളുടെ ബോർഡറിനെ സ്ക്വയർ ഫോർമാറ്റിൽ ഫീൽ ചെയ്തിട്ട് ടെക്സ്റ്റ് അതിനെ ചുറ്റി നിൽക്കുന്നു. എന്നാൽ ഇനി നമ്മൾ ടൈറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ടെക്സ്റ്റ് ഈ വൈറ്റ് ഏരിയയിലും കയറി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഇമേജിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം ടെക്സ്റ്റ് വന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിടി കിട്ടിയോ? ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്വയർ ആകുമ്പം
നമ്മളുടെ ഈ സ്ക്വയർ ബോർഡറിന് ചുറ്റുമേ ടെക്സ്റ്റ് വരത്തുള്ളൂ. ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്ത അല്ലെങ്കിൽ ഈ ഇമേജിൻ്റെ നമ്മൾ റിമൂവ് ചെയ്ത ഭാഗത്തും ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഈ അടുത്തത് എന്ന് പറയുന്നത് ത്രൂ എന്ന് പറയുന്ന ഭാഗവും വലിയ വ്യത്യാസങ്ങൾ ഇതിൽ തമ്മിലില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമാണ്. അതായത് ടെക്സ്റ്റ് ഇമേജിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് സ്പ്രെഡ് ആവും. നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്തു, ഇത് കണ്ടോ, ഇമേജിൻ്റെ ടോപ്പിലോട്ടും പോയി ബോട്ടത്തിലോട്ടും പോയി. ഇനി എവിടെയൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നോ ആ രീതിയിൽ ബിഹേവ് ചെയ്യത്തുള്ളൂ. ഇവിടെ കൊണ്ടിട്ടാലും ഇമേജിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും മാത്രമായിട്ട് ടെക്സ്റ്റ് നിൽക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ടെക്സ്റ്റ് ആണ്. അതായത് ഇമേജ് ടെക്സ്റ്റിന് പുറകിലേക്ക് പോകും. നോക്കാം, ഇത് കണ്ടോ, ഇപ്പോൾ ടെക്സ്റ്റാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സെലക്ട് ചെയ്താൽ ടെക്സ്റ്റാണ് കിട്ടുന്നത്, ഇമേജ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് ആണ്. ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇമേജ്. നമുക്ക് ടെക്സ്റ്റിന് മുമ്പിൽ കൊണ്ടുപോയിടാം. പക്ഷേ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ മുമ്പേ പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പെറൻസി കൂട്ടാം. ട്രാൻസ്പെറൻസി കൂട്ടും തോറും ഇതുകൊണ്ടോ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ ഇതുപോലെ നമുക്ക് ബിഹൈൻഡ് ദ ടെക്സ്റ്റ് കൊടുത്ത് ട്രാൻസ്പെറൻസി നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണിക്കാൻ പറ്റും. ഇത്രയുമാണ് ഓപ്ഷൻസ് ടെക്സ്റ്റ് റാപ്പിംഗ്. അപ്പോൾ ഈ ഓപ്ഷൻസ് തന്നെയാണ് ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പൊസിഷനിലേക്ക് പോവാണ്. പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് ആണ്. ഇനി പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകാം ഇമേജിനെ. ഇതൊരു ഓപ്ഷൻ. ഇനി ഈ ഇമേജ് സെൻറ്ററിൽ വരും. ഇതാ ഇമേജ് സെൻറ്ററിലായി. ഇനി ഇമേജിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ഇതുപോലെ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ബോട്ടം റൈറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബോട്ടം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം റൈറ്റിൽ വരും. ഇനി ഇത് നമ്മുടെ ഇമേജിനെ ബ്രിങ് ഫോർവേഡ്, ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ്, 3 ഓപ്ഷനുണ്ട്. നമ്മളുടെ ഇമേജിനെ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ബ്രിങ് ഫോർവേഡും ബ്രിങ് ഫ്രണ്ടും തത്വത്തിൽ സെയിം ആണ്. പക്ഷേ നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റിൽ ഒന്നിലധികം ഇമേജുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 3 ഇമേജ് സ്റ്റാക്ക് ചെയ്ത് 1, 2, 3 എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഒന്നാമത് വരണോ രണ്ടാമത് വരണോ മൂന്നാമത് വരണോ എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ഈ ബ്രിങ് ഫോർവേഡ്. ബ്രിങ് ഫ്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന ഇമേജ് ഏറ്റവും ഫ്രണ്ടിലോട്ട് വരും. അതുപോലെ തന്നെ ബാക്കിലേക്കും പോകാനുള്ള ഓപ്ഷൻസാണിത്. പിന്നെ ഇവിടെ സെലക്ഷൻ പെയിൻ ഉണ്ട്. അതായത് ഈ ഇമേജ് പിക്ചർ 3 എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് പല ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് എല്ലാം ഇവിടെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്കതിനെ ഹൈഡ് ചെയ്യാം, ഇവിടെ നമുക്കതിനെ എനേബിൾ ചെയ്യാം, ഇവിടെ ഒരു ഓപ്ഷൻ വെച്ചിട്ട്. അടുത്തത് എന്ന് പറയുന്നത് അലൈൻമെൻ്റ് ആണ്. ഈ അലൈൻമെൻറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഈ പറയുന്ന റാപ്പിങ്ങിൽ എവിടെയെങ്കിലും ആയിരിക്കണം. ഇപ്പോൾ റാപ്പിങ്ങിൽ റൈറ്റ് ആണെങ്കിൽ മാത്രമേ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് എനേബിൾ ആവുള്ളൂ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിനെ അലൈൻ ടു സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ആവും. പക്ഷേ നിങ്ങൾ നോക്കിയോ, പൊസിഷൻ ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ആണെങ്കിൽ ഈ അലൈൻമെൻ്റ് എല്ലാം ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പൊസിഷൻ ടെക്സ്റ്റ് റാപ്പിങ്ങിൽ എവിടെയെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ റാപ്പ് ടെക്സ്റ്റിലെ ഏതെങ്കിലും ഓപ്ഷൻ ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ നമ്മുടെ അലൈൻമെൻറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അടുത്തത് ഇമേജിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇമേജ് ഇത് കണ്ടോ, റൊട്ടേറ്റ് റൈറ്റ് 900. വീണ്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലോട്ട് വരും. പിന്നെ ഇമേജിനെ നമുക്ക് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഈ അറേഞ്ച് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഉള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പിക്ചറിൻ്റെ സ്റ്റൈലിലൂടെ നമുക്ക് നോക്കാം.